കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാളുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. ഇന്ന് എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു അവരെല്ലാം ആരോഗ്യത്തോടെയും ഒരു അപകടവുമില്ലാതെ അവിടെ മുടിനാറിന് പോലും കേടില്ലാതെ തിരിച്ചു വരാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സ്വന്തമായാലും പബ്ലിക്കായാലും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങൾ പോകുന്ന പണിപ്പാടുകൾ, ജോലി ചെയ്യുന്ന ഇടങ്ങൾ, ഓഫീസാകാം, ആശുപത്രിയാകാം, കണ്ടുമുട്ടുന്ന വ്യക്തികളെ നിങ്ങൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് പണി തരുന്നതിനും നിങ്ങൾ അകപ്പെടുന്നതിന് വേണ്ടി മനസ്സുകൊണ്ട് വക്രത കാണിക്കുന്നവർ അവർ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവർ, അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിരാളികളുള്ളവർ, അത് ബിസിനസ്സാകാം, സ്കൂളാകാം, ആശുപത്രിയാകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാകാം, എതിരാളി നിങ്ങൾ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കൈയും കാലും നിർവീര്യമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch the fire fingers, soak with the precious blood. Lord, infuse His Spirit of power and grace. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങൾ, ഞാൻ എന്തായാലും സുവിശേഷ ഭാഗ്യങ്ങൾ എടുത്തതെന്ന് അറിയാമല്ലോ അല്ലേ? സകല വിശുദ്ധന്മാരുടെയും തിരുനാളാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടാണ് ഈ മാസം ആരംഭിച്ചത്. അന്ന് വായിച്ച സുവിശേഷത്തിലേക്ക് കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഘട്ടം ഘട്ടമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല ഓരോരുത്തർ കേട്ടതാ പഠിച്ചതൊന്നുമല്ല, വായിച്ചതൊന്നുമല്ല. ഇപ്പൊ എന്താ പറയണമെന്ന് അറിയാമോ? മത്തായി 5:5 അല്ലേ? ശാന്തശീലർ ഭാഗ്യവാന്മാർ, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ശാന്തത ശീലമായിട്ടുള്ളവർ. ശീലം എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ് ഈസ് എ റിപ്പീറ്റഡ് ആക്ഷൻ. ഒരു കാര്യം തന്നെ തുടരെ തുടരെ ചെയ്തു വരുമ്പോഴാണ് അത് ശീലമായി മാറുന്നത്. കർത്താവ് എന്താ പറയണത്? ശാന്തത, ഒരു സുവിശേഷ സാക്ഷി ശാന്തത ശീലമാക്കണമെന്ന്. എന്നുവെച്ചാ ശാന്തതയ്ക്കെതിരെ എന്താണുള്ളത്? പ്രക്ഷുബ്ധത, ടെൻഷൻ. എല്ലാവരും പറഞ്ഞു ടെൻഷനാണ്, വല്ലാത്ത ടെൻഷനാണെന്ന് പറഞ്ഞു. അപ്പൊ ടെൻഷനാണെന്ന് പറയുമ്പോ
കർത്താവ് പറയും, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. എന്താ കാര്യം? ഇതിൻ്റെ പിന്നിലെല്ലാം നമുക്ക് ഭൂമി അവകാശമാക്കാൻ പോകുന്നു. ദൈവമാണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രക്ഷുബ്ധ അവസരം ഉണ്ടാകും. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു കിഡ്നി പേഷ്യൻ്റ്. നിങ്ങളിടയ്ക്ക് ഞാൻ പറയാറുണ്ട്. അപ്പം എൻ്റെ കൂടെയുള്ളവരൊക്കെ പറയും, അച്ഛൻ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയും. എന്താ കാര്യം അറിയാമോ? രോഗശാന്തി നൽകുന്ന ആൾ തന്നെ രോഗിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പൗലോസ് അപ്പോസ്തലൻ രോഗിയായിരുന്നു. പല ആൾക്കാരും സുവിശേഷ വേലക്കാർ രോഗികളായിരുന്നു. അവരാ രോഗം അനുഭവിച്ചു തന്നെ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഭാഗമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഭാഗം ഞാൻ എൻ്റെ ശരീരത്തെ സംവഹിക്കുന്നു എന്ന് ഈ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ. അപ്പോൾ പക്ഷേ എങ്ങനെയാണ് പ്രഷർ വന്നിട്ടാണ് ഇങ്ങനെ കിഡ്നി ഷ്രിങ്കായത്? പ്രഷർ എങ്ങനെ വന്നതാ? ദൈവം നമുക്ക് ഓരോരോ പുതിയ പുതിയ പദ്ധതികൾ തരും. അത് പക്ഷേ സമൂഹത്തിനോ സഭയ്ക്കോ ഒന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ചിലപ്പോൾ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. ഈ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവും. നമ്മൾ മനുഷ്യരാണല്ലോ. നിങ്ങൾ ആ മനുഷ്യരാകുമ്പോൾ ചിലപ്പോൾ പ്രഷർ ഉണ്ടാവും. അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. അതായത് ഞാൻ ഒരു ദിവസം ഉണ്ടല്ലോ 96 അന്ന് ഞാൻ കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാണ്. കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാകുമ്പോൾ ഒരു 5 മണിക്കാണ് കടൽ തീരത്ത് നമ്മൾ ജവമാല റാലി പോയില്ലേ, ആ വഴികളിലൊക്കെ അച്ഛൻ പണ്ട് കടലോര കൺവെൻഷൻ നടത്തിയിട്ട് 1000 ഇരുന്ന സ്ഥലം. ഇപ്പം നിങ്ങൾ മാരാരിക്കുളത്തിലാണ് വന്നിരുന്നത്. 5 ലക്ഷത്തോളം മനുഷ്യരെന്നല്ലേ പറയണത്, പോലീസിൻ്റെ കണക്കാണ്. അന്നത്തെ ഒന്നുമില്ല, അന്ന് 10,000 ആളെ ഉണ്ടാകാൻ 10,000 ആള്. പക്ഷെ എന്ത് പറ്റി? ആ കടത്തീരത്തെ പന്തലിൽ വൈകുന്നേരം ഇരിക്കാൻ നേരം സുഖമാണ്. പക്ഷെ ഇരിക്കാൻ നേരത്ത് ഒരു 3 മണിയായപ്പോൾ എന്നെ വിളിച്ചു പറയാണ്, ഇന്ന് കൺവെൻഷൻ നടക്കില്ലെന്ന്. അപ്പം എനിക്ക് ടെൻഷനായി. കഴിഞ്ഞ ദിവസം മാരാരിക്കുളത്ത് ഞാനൊരു മരിപ്പടി യുദ്ധത്തിൽ പോയപ്പോൾ ഒരു മനുഷ്യൻ വന്ന് എന്നെ കണ്ട്, എന്നെ പരിചയമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് പരിചയമുണ്ട്, ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ ചേട്ടാ ക്ഷമിക്കണം, ഞാൻ കുറേ നാളായി നിങ്ങളെ കണ്ടിട്ട്. അപ്പോൾ പറഞ്ഞ്, ഞാനാണച്ചാ തിമിംഗലത്തെ മുറിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ ഈ വൈകുന്നേരം ധ്യാനം നടത്താൻ വേണ്ടി ചില 3 മണിയായപ്പോൾ തങ്കച്ചായൻ അന്നത്തെ വലിയ പ്രവർത്തനമായിരുന്നു പുള്ളി. എന്നെ വിളിച്ച് പറഞ്ഞു, ധ്യാനം നടക്കുമെന്ന് തോന്നുന്നില്ല, ഒരു തിമിംഗലൻ ചത്ത് ചീഞ്ഞ് നമ്മുടെ കടപ്പുറത്ത് പന്തൻ്റെ അരികിൽ അടിഞ്ഞിരിക്കുകയാണ്. അപ്പം നിനക്കറിയാമല്ല, ഒരു പാമ്പ് ചത്താൽ തന്നെ വല്ലാത്ത വാടയിരിക്കും, ദുർഗന്ധമായിരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു വലിയ തിമിംഗലം എന്ന് വെച്ചാൽ ഒരു 30-40 അടി ഉള്ള, നമുക്കൊരു 6 ആളിൻ്റെ പൊക്കമുണ്ട്. അത് അടിഞ്ഞു കിടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. ഞാൻ ഉടനെ ശരീരം തളർന്നു പോയി. അതാണ് ഈ പ്രഷർ. ഇപ്പം നിങ്ങളോർക്ക് അച്ഛൻ എന്ത് പ്രഷർ എന്നൊക്കെ ചോദിക്കത്തില്ലേ? നമ്മളിവിടം വരെ എത്തിയതിൻ്റെ പിന്നിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രഷറുണ്ട്, ഓരോരോ തരത്തിൽ. അപ്പം പിന്നെ എന്ത് ചെയ്ത് അന്നത്തെ ആ ഒരു ജനങ്ങളുടെ ഇടയിലുള്ളൊരു സ്വാധീനം കൊണ്ട് തങ്കച്ചായനൊക്കെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് പീറ്ററൊക്കെ ഉണ്ടായിരുന്നു കൂടെ വന്നിട്ട് ഈ സാധനത്തിന് മുഴുവനും പല കഷ്ണങ്ങളായിട്ട് അവർ അറുത്തറുത്ത് ഇറങ്ങി. എന്നുവെച്ചാൽ നെയ്യ് ചത്ത് ചീച്ച സാധനത്തിന് നെയ്യ് ഈ ചൂടിൽ തിളച്ചിട്ട് നമ്മൾ കുടൽ പോലും പുറത്തു തന്നെ ഛർദ്ദിക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി ആൾക്കാർ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഈ ചെറിയ വള്ളങ്ങൾ എടുത്തിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ അവിടെ ചെല്ലണ മുമ്പ് തന്നെ അവർ കടലിൽ കൊണ്ടുപോയി സാധനത്തിനെ കളഞ്ഞു. ടെൻഷനാണ്. മാതാവ് നന്നായിട്ട് നടത്തിയ ധ്യാനം. അപ്പം ചില സമയത്ത് നമ്മളിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനകൾ പോരാതെ വരുമ്പോഴാണ് എക്സ്ട്രാ ടെൻഷൻ വരുന്നത്. നിങ്ങൾ ഓർക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ കല്യാണമൊക്കെ നടത്തുകയാണ്, വീട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ സാമട്ടിൽ ഉടമ്പടി പാലിച്ചു പോകണം. വെക്കുമ്പോൾ ഒക്കണ്ടെന്ന രീതിയിൽ ഇങ്ങനെ പതുക്കെ ചെയ്യണമെങ്കിൽ
എക്സ്ട്രാ ടെൻഷൻ ചിലപ്പോൾ വരും. എന്താണെന്ന് അറിയാവാ, അത് നിങ്ങളെ പേടിപ്പിക്കാനൊന്നുമില്ല. കാര്യം ദൈവം അവസാനം കൃത്യമായിട്ട് ചെയ്യും. ചിലപ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് കാല് മറിക്കളയും. അപ്പം നമ്മൾ ഒരിടത്തും ഇല്ലാതായി പോവും. ഇത് വേർത്ത് തലയും പോയി അവിടെ കിടക്കും പോയി. അപ്പം നിങ്ങൾ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റണം. അപ്പം ആ സമയത്ത് ഞാൻ എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെല്ലാം വിളിച്ച് പറഞ്ഞ്, കൊച്ചി മുതൽ ആലപ്പുഴ പുന്നപ്പുറ വരെ കടലോരത്ത് മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥന ഇരുന്നന്ന്. ഈ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ദുരന്തം ഉണ്ടാകാൻ പോലും പ്രാർത്ഥിക്കണമെന്ന് പറയാൻ്റെ ഒരു കാരണം, കടലോരത്ത് ടൈറ്റായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഒരുപക്ഷെ അക്കാലങ്ങളിൽ കൃപാസനത്തിൽ മാത്രമേ കടലോട് അരി ചേർന്ന് ഈ 2 ജില്ലകളിലെ ചെയിൻ പോലെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട്. അതുകൊണ്ട് കൂടി ആയിരിക്കാം ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മളൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്ന് അറിയാം, ജനങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കും. ഒരു ദുരന്തം കടൽ വഴിയാണ്, സുനാമിയാണ് വരണം നമുക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അനുഭവത്തിൻ്റെ ഒരു ഭാഗം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോഴീ പ്രക്ഷുബ്ധത ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ശാന്തത ശീലമാക്കണം. അല്ലാതെ നമ്മളും പ്രക്ഷുബ്ധമാകരുത്. ആ സമയത്തൊക്കെ പ്രാർത്ഥനയാണ് നമുക്ക് ശാന്തത നൽകണത്. ശാന്തത ശീലമാക്കണം. ഭൂമി കൈവശമാക്കുമെന്ന് എന്താണ് ആ ലക്ഷ്യം അവസാനം നമ്മൾ നേടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ, എല്ലാവർക്കും അനുഗ്രഹം കിട്ടും. വന്നിട്ടുള്ളവർക്ക് എല്ലാം. ഇതെന്താന്ന് അമ്മ മാതാവ് വിളിച്ചിരിക്കുക. അമ്മ മാതാവ് വിളിച്ചെങ്കിൽ ഈ ലോകത്തെ എല്ലാവരും വാക്കുവ്യത്യാസം കാണിക്കും. നമ്മളെ ഭർത്താവ്, നമ്മളെ മക്കൾ, ഭാര്യ, സുഹൃത്തുക്കൾ. പക്ഷെ ദൈവത്തിന് വാക്കുവ്യത്യാസം കാണിക്കാൻ അറിയില്ല. നിരാശപ്പെടില്ല നിങ്ങൾ. റോമ 5:5 ദൈവത്തിൽ പ്രത്യാശ വെച്ചല്ലേ വന്നിരിക്കുന്ന. ഒരിക്കലും നിരാശപ്പെടില്ല നിങ്ങൾ. അപ്പോൾ നമ്മളെല്ലാവരെയും ദൈവത്തിലിരുന്ന് അകത്തി നിർത്തിയിരിക്കുന്നത് സാത്താൻ്റെ പണിയാണ്. നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച്, യോഹന്നാൻ 8:34 ഒരു പ്രാവശ്യം പാപം ചെയ്താൽ മതി. ഒരു പ്രാവശ്യം നിങ്ങൾ നുണ പറഞ്ഞാൽ മതി. പിന്നെ പാപത്തിൻ്റെ അടിമയാണ്. അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ അകന്ന് ദൈവമായിട്ട് കുറച്ച് അങ്ങോട്ട് മാറി. പത്രോസ് പോലും ഈശോനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞപ്പോൾ, ആദ്യം ഈശോയുടെ അടുത്തായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം തള്ളിപ്പറഞ്ഞപ്പോൾ, രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കോമ്പൗണ്ടിലേക്ക് പോയി. നിങ്ങൾ അതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അധ്യായം. 3-ാമത്തെ പ്രാവശ്യം തള്ളിക്കറിഞ്ഞപ്പോൾ കോമ്പൗണ്ടിൻ്റെ പുറത്ത് റോട്ടിലേക്ക് പോയി. അപ്പോൾ ഇത് വലിയ പ്രശ്നം തന്നെയാണ്.
ഞാൻ എപ്പോഴും ശ്രമിക്കേണ്ടത് ഞാൻ ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്താണല്ല. അപ്പം ഇതിനെല്ലാം സാത്താൻ ഒരു കുരുക്കിട്ട് വെച്ചിരിക്കുക. അപ്പം എങ്ങനെയാണ് നമ്മൾ ദൈവ സാന്നിധ്യത്തിലേക്ക് വരിക? ദൈവ സാന്നിധ്യത്തിലേക്ക് വരുന്നത് അനുതാപം വഴിയാണ്. അനുദപിക്കാനാണ് ഈശോ ആദ്യം വിളിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഈശോയുടെ വചനം തന്നെ അനുദപിക്കുക, ദൈവരാജ്യം അടുത്തിരിക്കുക. പക്ഷെ ഈ അനുതാപത്തിലും പല പ്രശ്നമുണ്ട്. അനുദപിക്കുമ്പോൾ അനുതാപവും പലവരും തെറ്റിദ്ധരിക്കുക, കുറ്റബോധവും അനുതാപവും. പലവരും കുറ്റബോധമാണ് അനുതാപം എന്ന് വിചാരിച്ചിരിക്കുക. അച്ഛൻ പറഞ്ഞ പോലെ, നേരത്തെ അച്ഛൻ കുർബാനയിൽ പറഞ്ഞ പോലെ, പത്രോസും യൂദാസും എടുത്തു കഴിഞ്ഞാൽ പത്രോസാണ് കൂടുതൽ പാപം ചെയ്തത്. യൂദാസ് ഒരു പാവേ ചെയ്തുള്ളൂ. ഈശോനെ കാട്ടിക്കൊടുത്തു. കണക്കുകൂട്ടലിൽ തെറ്റിപ്പോയതാ. യൂദാസ് വിചാരിച്ചില്ല ഈശോനെ ഒരിക്കൽ പിടിക്കാൻ സാധിക്കുമെന്ന്. യൂദാസ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഈശോ ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ തെറ്റ് ചെയ്തു പോയി. പത്രോസും തെറ്റ് ചെയ്ത്. പക്ഷെ യൂദാസിന് കുറ്റബോധമായിരുന്നു. പത്രോസ് അനുദപിച്ച്. അപ്പോൾ അനുദപിക്കുന്നത് എങ്ങനെയാണ്? അത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. പലവരിക്കും ഇപ്പോഴും സംശയമാണ്, എങ്ങനെ അനുദപിക്കുന്നത്? കുറ്റബോധം, അനുതാപം, അതെങ്ങനെ ആരെങ്കിലും പറയാമോ? മുമ്പിലുള്ളവർ അനുതാപം എന്താ, കുറ്റബോധം എന്താ? അനുദപിക്കുന്നത് ചെയ്തു പോയ തെറ്റ് ആരോട് ചെയ്തു പോയ തെറ്റാ? ആരോടാ ചെയ്തു പോയ തെറ്റ്? ഈശോട് ചെയ്തു പോയ തെറ്റാണ്. ഈശോ ആണ് പറഞ്ഞത് ഇത് ചെയ്യരുത്. അതിനെതിരെ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. പക്ഷേ അനുദപിക്കുന്നത് എങ്ങനെയാണ്? പലവരിക്കും അനുതാപം എന്ന് പറയണത്, കുറ്റബോധം എന്ന് പറയണത് ദൈവത്തോട് ഉള്ള നമ്മളോടുള്ള സ്നേഹത്തിനെക്കുറിച്ച് അറിവില്ലായ്മയാണ് കുറ്റബോധം. ഇപ്പോൾ എൻ്റെ മകൻ ഞാനറിയാതെ എൻ്റെ പോക്കറ്റിൽ ഇരുന്ന് 100 രൂപ കട്ട് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇവനെനിക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ ഇവൻ എന്നെ കാണുമ്പോൾ എല്ലാം പേടിക്കും, അകന്ന് നിൽക്കും. അച്ഛൻ കണ്ടുപിടിച്ചാൽ അടിക്കും, ശിക്ഷിക്കും. ഇതുതന്നെയാണ് കുറ്റബോധത്തിൽ സംഭവിക്കുന്നത്. ദൈവത്തോട് അടുക്കാൻ സാധിക്കില്ല, ദൂരെ നിൽക്കും. അതെന്താ പലവരും കുമ്പസരിക്കാത്തത്? കുമ്പസാരത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അത് കുറ്റബോധം അകത്ത് കിടക്കുക. ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, എനിക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റില്ല. ഞാൻ ഈ അനുഭവിക്കുന്നതൊക്കെ ഇത് തന്നെയാണ്. ദൈവം എന്നെ ശിക്ഷിച്ചിരിക്കുക. ദൈവത്തെ ശിക്ഷിക്കുന്ന ആളായിട്ട് കാണുന്നതാണ് കുറ്റബോധം. ശവം ആ പൈസയൊക്കെ ചിലവാക്കി പിന്നെ വന്ന് അവനിക്ക് എന്നെക്കുറിച്ച് അറിയാം, ഈ സമ്പത്തൊക്കെ എനിക്കുള്ളതാണ്, എനിക്ക് വേണ്ടി അച്ഛൻ ജീവൻ കൊടുക്കും, ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെയാണ് ഈ 100 രൂപ, പിന്നെയാണ് ഈ ചെറിയ പ്രശ്നത്തിനെ എന്നെ ശിക്ഷിക്കാൻ പോകുന്നത്. എനിക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതല്ല എൻ്റെ അച്ഛൻ. അച്ഛനോട് പോയി ഞാൻ പറയണം, അച്ഛനെ അത്രയ്ക്ക് എന്നോട് സ്നേഹമല്ലേ, എന്നെ എങ്ങനെയാണ് അച്ഛൻ ശിക്ഷിക്കുക? അച്ഛന് കുറേ കൂടെ എന്നോട് സ്നേഹം കൂടും, സന്തോഷമാവും. അവൻ വന്നിട്ട് എന്നോട് പറയാം, അച്ഛാ നിന്നോട് ഞാൻ തെറ്റ് ചെയ്തു പോയി, 100 രൂപ ഞാൻ എടുത്തുപോയി, എന്നെക്കൊണ്ട് സാധിച്ചില്ല. അതുതന്നെയാണ് നമ്മൾ ദൈവത്തോട് ചെയ്യേണ്ടത്. ദൈവമായിട്ട് അടുക്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ദൈവ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? ദൈവം കെട്ടിപ്പിടിക്കും. ദൂതപുത്രൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞായിരുന്നു. ദൂതപുത്രൻ പാപം ചെയ്ത്
അച്ഛനെ വെറുപ്പിച്ചുകൊണ്ട് അവൻ പോയി. ഇതിലുള്ള കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ അച്ഛൻ ദൂതപുത്രൻ പോയപ്പോഴത്തേക്ക് അച്ഛൻ പുറകെ പോയില്ല, അച്ഛൻ കാത്തിരിക്കുകയുള്ളൂ. നമ്മളാ തിരിച്ചു വരേണ്ടത്. അച്ഛൻ കാത്തിരിക്കുക, എൻ്റെ മകൻ വരട്ടെ എന്ന് പറഞ്ഞു. അവൻ മനസ്സറിഞ്ഞ് വന്നം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൂതപുത്രൻ വന്നതെങ്ങനെയാണ്? അവൻ അച്ഛൻ്റെ സ്നേഹം മറന്നിരിക്കുന്നവരെ അവനിക്ക് വരാൻ സാധിച്ചില്ല. അവനിക്ക് എപ്പോൾ അച്ഛൻ്റെ സ്നേഹം ഓർമ്മ വന്നോ, എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെയും ഉത്തരം അവിടെ മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളോടും പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നമ്മൾ എവിടെയൊക്കെ പോയിട്ട് ചെറുതായാലും വലുതായാലും ഒരു കാര്യവുമില്ല. ഇതൊക്കെ നിസ്സാരമായിട്ട് സാധിച്ചെടുക്കുന്ന പലർക്കും തോന്നുന്നു. എനിക്ക് വലിയ വലിയ ആൾക്കാരെ അറിയാം, രാഷ്ട്രീയക്കാരറിയാം, അല്ല എൻ്റെ സുഹൃത്ത് ഇത്രയും വലിയ ആളാണ്. ചെറുതായാലും വലുതായാലും അച്ഛൻ്റെ അടുത്ത് തന്നെ വന്നെ, അമ്മ വഴി അച്ഛൻ്റെ അടുത്ത് വന്നെ, ഇവിടെ വന്നെ, ചേർന്ന് നിൽക്കണം, അനുദപിക്കുക. ഞാൻ കുറ്റിപ്പുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ 12 വർഷമായിട്ട് കുവൈറ്റിൽ സ്റ്റാഫ് നഴ്സായിട്ട് ഫാമിലിയോടൊപ്പം ജീവിക്കുന്നു. കഴിഞ്ഞ 2019 കൊറോണയുടെ ടൈമിൽ എനിക്ക് കഴുത്തിന് ശക്തിയായ വേദന വന്നിരുന്നു. ആദ്യം ഞാനത് കാര്യമാക്കിയില്ല. പിന്നീട് അത് എനിക്ക് കൈയിലേക്ക് റേഡിയേറ്റ് ചെയ്യാനും കൈക്ക് മരയിപ്പും എൽബോയുടെ അവിടെ ബൾജാവാനും തുടങ്ങി. അപ്പോൾ എനിക്ക് യാതൊരു പണിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഡ്യൂട്ടിയിലായാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൈവേദന കാരണം. ഒരു ദിവസം 1 മണിക്കൂറിൽ 10 ടൈംസ് എങ്കിലും ഞാൻ വേദന പറയുമായിരുന്നു. അങ്ങനെ ഞാനത് അതിന് വേണ്ടിയിട്ട് എൻ്റെ ലീവ് ഓപ്പൺ ആയപ്പോൾ 2020 ഡിസംബറിൽ ആയുർവേദ ചികിത്സയ്ക്കായിട്ട് നാട്ടിൽ വന്നു. 1 വീക്ക് അഡ്മിറ്റായി ആയുർവേദ ചികിത്സ നടത്തി ഞാൻ തിരിച്ച് പോയി. പക്ഷേ എനിക്ക് കാര്യമായ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാനൊരു എമർജൻസി ലീവിന് 6 മന്ത്സ് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ ഏകദേശം ഒക്ടോബറിൽ എൻ്റെ ലീവ് സാങ്ഷനായി. അങ്ങനെ ഞാൻ ലീവിന് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ട്രാൻസ്ഫർ വന്നു. അപ്പോൾ ഞാൻ 12 ഇയേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് ആ പുതിയ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടോട്ടലി ഭയങ്കര വിഷമത്തിലായി. ഡ്യൂട്ടിയിൽ ഞാനത് കാണിച്ചില്ലെങ്കിലും വീട്ടിൽ വന്ന് ഞാൻ ഒത്തിരി കരയാൻ തുടങ്ങി. അപ്പോൾ എന്നെ നന്നായി അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, എന്തായാലും നീ നാട്ടിൽ പോവാല്ലേ, കൃപാസനത്തിൽ വന്ന് ഒന്ന് ഉടമ്പടി എടുക്കുക, എല്ലാം ശരിയാവുമെന്ന്. അപ്പോൾ എനിക്ക് ട്രീറ്റ്മെൻറ്റിന് പോകാനുള്ള മാനസികാവസ്ഥ ഇല്ലായിരുന്നു. കോട്ടയത്ത് ഞാൻ ട്രീറ്റ്മെൻറ്റ് ബുക്ക് ചെയ്തു. 1 വീക്കിനുള്ള ടിക്കറ്റും റെഡി ആയിരുന്നു എൻ്റെ. അപ്പോൾ ഞാൻ കൃപാസനത്തിൽ ട്യൂസ്ഡേ വന്നാൽ എനിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തു. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ലീവിന് വന്നു. എനിക്ക് ഈ ഉടമ്പടിയെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ നന്നായി ഒന്ന് പ്രാർത്ഥിച്ച് പോകാമെന്ന് ഞാൻ കരുതിയുള്ളൂ. തിരിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു. ഉടമ്പടി എടുത്ത് പോയി പ്രാർത്ഥനകൾ തുടങ്ങി. ആദ്യം 2-3 ദിവസമൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ ഞാൻ സ്ഥിരമായി ഇവിടുത്തെ ധ്യാനവും സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങി. അതെന്നെ പെട്ടെന്ന് എനിക്ക് ആ ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ഒത്തിരി പഠിക്കാൻ തുടങ്ങി, എന്താണെന്ന് അറിയാൻ ശ്രമിച്ചു. ഞാൻ സാധാരണ രീതിയിൽ എന്ത് ചിന്തിച്ചാലും അത് യുക്തിപൂർവ്വം ചിന്തിക്കുന്ന വ്യക്തി, എന്തുകൊണ്ട് എന്ന്. അപ്പോൾ എനിക്ക് ഉടമ്പടിയിൽ എന്തിരിക്കുന്നു, മാതാവിനോട് അവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും ഒന്നല്ലേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുമായിരുന്നു. മുമ്പ് ഉടമ്പടിയെക്കുറിച്ച് പലവരും പറഞ്ഞെങ്കിലും എനിക്കതിനോട് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പക്ഷേ ഈ സമയത്ത് ഞാൻ പോലും അറിയാതെ എൻ്റെ വേദന മാറിയെന്നുള്ള സത്യം. ഞാൻ ട്രീറ്റ്മെൻറ്റ് ക്യാൻസൽ ചെയ്ത് പോയ വ്യക്തിയാണ്. ഒരു 1 വീക്ക് ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറാതെ ഞാൻ എല്ലാ ദിവസവും 10 ടൈംസ് പെയിൻ പറയുന്ന എൻ്റെ കൈ വേദന ഞാൻ പോലും അറിയാതെ മാറാൻ തുടങ്ങി. ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യാതെ ആയി തുടങ്ങി വേദന. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ചേഞ്ച് നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ സ്ലോവിലി എനിക്കിപ്പോൾ കംപ്ലീറ്റ് എൻ്റെ വേദന മാറി. റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട്, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഹാൻഡ് ആയതുകൊണ്ട് അത് നമുക്ക് അറിയാൻ പറ്റും. എപ്പോഴും സ്ഥിരമായി വേദന എടുത്തുകൊണ്ടിരുന്നതാണ്.
കംപ്ലീറ്റ് ആയിട്ട് അതെനിക്ക് മാറിക്കിട്ടി. ഇപ്പം എനിക്ക് എല്ലാ ജോലികളും വീട്ടിൽ ചെയ്യാനും യാതൊരു തടസ്സവുമില്ല. അതുപോലെ കയ്യിലുണ്ടാവുന്ന നീരും കംപ്ലീറ്റ് ആയിട്ട് മാറി. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞാനിവിടെ വരുന്നത് ഒക്ടോബറാണ് ഉടമ്പടി എടുക്കാൻ വരുന്നത്. ജൂണിൽ ഞാൻ OET എക്സാം അറ്റൻഡ് ചെയ്തിരുന്നു. അന്ന് സത്യത്തിൽ എനിക്ക് ഒന്ന് ട്രയൽ ചെയ്യാമെന്ന്, സേഫായ ജോലി ആയതുകൊണ്ടും വലിയ കുഴപ്പമില്ലാതെ പോകുന്നതുകൊണ്ടും എനിക്കതൊരു മസ്റ്റായിരുന്നില്ല. അപ്പോൾ ഞാനൊന്ന് ട്രയൽ അടിക്കാമെന്ന് കരുതി എഴുതിയ എക്സാമാണ്. പക്ഷേ എനിക്ക് സ്പീക്കിംഗ്, ഞാൻ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് വിചാരിച്ച സ്പീക്കിംഗ്, ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ടെൻഷൻ കാരണം ഭയങ്കരമായിട്ട് പോസ് വന്നു. അങ്ങനെ സ്പീക്കിങ്ങിന് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പോയി, ബാക്കി എല്ലാ മൊഡ്യൂളും എനിക്ക് കിട്ടി. പക്ഷേ ഞാൻ കരുതി എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല, ടൈമുണ്ട്, ഇനി കിട്ടി എന്നായിരുന്നു. പക്ഷേ ഈ ട്രാൻസ്ഫർ ഹോസ്പിറ്റലിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ട് ഞാൻ അതിയായി ആഗ്രഹിച്ചു അവിടെ ജോയിൻ ചെയ്യാതെ ഡിസംബറിൽ എനിക്ക് റിസൈൻ ചെയ്ത് നാട്ടിൽ വരണമെന്ന്. അപ്പോൾ OET കിട്ടിയാൽ മാത്രമേ എനിക്ക് റിസൈൻ ചെയ്യാനൊരു ഓപ്ഷനുള്ളൂ. അപ്പോൾ ഞാൻ ഈ ലീവിന് വന്നപ്പോഴാണ് ഉടമ്പടി എടുത്തത് ഒക്ടോബറിൽ. അപ്പോൾ ഞാൻ ഒരു നിയോഗമായിട്ട് അത് വെച്ചിരുന്നു, മാതാവേ എനിക്ക് നെക്സ്റ്റ് ടൈം OET പാസ്സായി സ്പീക്കിങ്ങിന് മാത്രം, എനിക്ക് ക്ലബിങ് ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. സ്പീക്കിങ്ങിന് മാത്രം എനിക്ക് പാസ്സാക്കി എന്നെ റിസൈൻ ചെയ്യാൻ അനുവദിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി പുതുക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ ഒരു നിയോഗമായിട്ട് അത് വെച്ചു. പക്ഷേ ഉടമ്പടിയുടെ കാര്യങ്ങൾ, ജോലി, വീട്ടിലെ ജോലി എല്ലാം കൂടി എനിക്ക് സത്യം പറഞ്ഞാൽ പഠിക്കാൻ സമയമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് പറയുമായിരുന്നു, നീ ദൈവം പാതി നീ മനുഷ്യൻ പാതി എന്ന്. അപ്പോൾ നീ പഠിക്കാതെ പ്രാർത്ഥന മാത്രം ആയാൽ എങ്ങനെ പാസ്സാവുമെന്ന്. പക്ഷേ എനിക്ക് ഡേറ്റും കിട്ടുന്നില്ലായിരുന്നു. അവിടെ ഡേറ്റ് കിട്ടാൻ ഒത്തിരി പാടായിരുന്നു. അപ്പോൾ ഒരു ഡേറ്റ് തരണേന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാൻ 1 അവർ കൂടുമ്പോൾ നെറ്റിൽ ചെക്ക് ചെയ്യും ഡേറ്റ്. എനിക്ക് കിട്ടിയിരുന്നില്ല. ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഡേറ്റ് നോക്കാൻ ഒരു മനസ്സിലങ്ങനെ തോന്നിച്ചു. അങ്ങനെ ഞാൻ ചെന്ന് ഡേറ്റ് നോക്കിയപ്പോൾ എനിക്ക് വേണ്ടി ഇട്ടിരുന്ന പോലെ ഡിസംബർ 3 ഒരു ഡേറ്റ് കിടക്കുന്നു. ആരോ ക്യാൻസൽ ചെയ്തതാണ്. എക്സാമിന് 10 days മുമ്പ് എനിക്ക് ആ ഡേറ്റ് കിട്ടി. അങ്ങനെ ഞാൻ ആ എക്സാം എഴുതി. ഞാൻ സത്യത്തിൽ ഒരു